സോ ഗൈസ്, അങ്ങനെ കോവിഡിലെ ബക്കറ്റ് ചിക്കന് ശേഷം നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഒരു ഫുൾ കോഴിയെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു എയർ ഫ്രയർ കണ്ടു. അപ്പൊ മനസ്സിലൊരു ആഗ്രഹം ആ എയർ ഫ്രയറിൽ ഒരു ഗ്രില്ല് എന്നുള്ളത്. പിന്നെ ഇവിടെ ഗ്രില്ല് ഒട്ടും കോമൺ അല്ല. അപ്പൊ നമ്മൾ ഇന്ന് ഇവനെ കുളിപ്പിച്ച് കുറെ നേരം വെള്ളത്തിൽ കിടത്തി ഇത് കളയായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കണം ഹോട്ടലിലുള്ളവർ ഇത് എത്രമാത്രം കഴുകുമെന്ന്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സ്വന്തമായി വീട്ടിലുണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ കഴുകി ഇവൻ വെളുത്തു ചോരയൊക്കെ പോയിട്ട്. ഇതിന്റെ ബാക്കിൽ ഒരു ഓട്ടയുണ്ട്. അപ്പൊ ഇതിനുള്ളിൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് സ്റ്റഫ് ചെയ്ത് വെക്കാന്നാണ് പ്ലാൻ. അപ്പൊ ഇന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നാളെയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ചിക്കനെ നമ്മൾ നന്നായിട്ട് കഴുകി ഒന്ന് മുറിച്ചെടുത്തിട്ട് ഇത് വെച്ചിട്ടുള്ളൂ. തൊലിയുള്ള ചിക്കൻ ആയിരിക്കും കുറച്ചിട്ട് നല്ലത്. പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആയതുകൊണ്ട് തൊലി കിട്ടിയില്ല. കണ്ടോ ഗൈസ്, ഇത്രയും പച്ചക്കറികൾക്ക് ഒരു 85 രൂപയായുള്ളൂ. ഇതിനുള്ളിൽ ഒരു ബ്രൊക്കോളി വരെയുണ്ട്. ബ്രൊക്കോളിക്ക് കിലോയ്ക്ക് ഒരു 30 രൂപ. സോ വെരി ചീപ്പ് ഹിയർ. അപ്പൊ ഇതാണ് പച്ചക്കറികൾ. നമ്മളിത് ചിക്കൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് വയ്ക്കാനുള്ളതാണ്. അപ്പൊ ഇത് ഒരു സവാള, ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, പൊട്ടറ്റോ, കുറച്ച് ബ്രൊക്കോളി, ബീൻസ്, മല്ലിയില, മുളക്, പിന്നെ ക്യാരറ്റ്, പിന്നെ ഇത് ഒരു ലെമൺ ഇല്ല, നമ്മൾ സ്ക്യൂസ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് സ്ക്യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് വെക്കുക. മാക്സിമം എന്തൊക്കെ നിറയ്ക്കാൻ പറ്റുമോ അതെല്ലാം നിറയ്ക്കാനാണ് ഇന്നത്തെ പ്ലാൻ. ഇത് ഇങ്ങനെ ഒരു ചമ്മന്തി പോലെ ഇരിക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഞാനൊരു ഓണിയൻ്റെ ഒരു പീസും കൂടി ഇട്ടു. സോ ഫസ്റ്റ് നാരങ്ങ, ടീസ്പൂൺ മുളക്, എന്നിട്ട് നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഇതാണ് നമ്മുടെ മാരിനേറ്റ് മസാല. എന്തൊക്കെ പൊടി ഇരിപ്പുണ്ടോ അതെല്ലാം ഇട്ടോ. എൻ്റെ കയ്യിലുള്ള പൊടി വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടു. മാരിനേഷൻ മസാല റെഡി ആയിട്ടിരിക്കുന്നു. അപ്പൊ നമ്മളിവിടെ കഴുകി കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച മസാല പിടിപ്പിക്കാം. സോലത്തുമ്പത്തിരുന്നു ഞാനാടും, ഈ പാട്ടാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത്. നമ്മുടെ ഈ ഗ്യാപ്പിലേക്കൊക്കെ അങ്ങ് പിടിപ്പിക്കുക, പേച്ചങ്ങ് പിടിപ്പിക്കുക. പണ്ട് നമ്മൾ ഇതുണ്ടാക്കിയായിരുന്നേ, ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയതാണ് എനിക്ക് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ നമ്മൾ ചിക്കനുള്ളിൽ മാക്സിമം ഇത് മൊത്തം നടക്കാൻ പറ്റത്തില്ല, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. പിന്നെ കുഴപ്പമില്ല, നമുക്ക് എയർ ഫ്രയറിൽ വയ്ക്കുമ്പോൾ അതിന്റെ കൂടെ ചുമ്മാ വെക്കാം. അപ്പൊ നമുക്ക് എന്തൊക്കെ അതിന്റെ ഉള്ളിൽ കയറ്റാൻ പറ്റുമോ അതെല്ലാം ഇപ്പൊ ഉള്ളിൽ കയറ്റാം. കുറച്ച് വെളുത്തുള്ളി ഇടാം, 2 ക്യാരറ്റ് ഇരിക്കട്ടെ. അയ്യോ, ക്യാരറ്റ് ഭയങ്കര വലുതാട്ടോ. ക്യാരറ്റ് വേണ്ട, ഒരു ഉള്ളി ഇരിക്കട്ടെ, 2 ഉരുളക്കിഴങ്ങ് ഇരിക്കട്ടെ, ഈ നാരങ്ങയുടെ തൊണ്ടിരിക്കട്ടെ. അത്രയും വെച്ചപ്പോൾ തന്നെ കോഴിയുടെ വയറ് നിറഞ്ഞു. ഒരു ബ്രക്കോളി, ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ. അയ്യോ, ബീൻസ്, ഇതൊക്കെ തന്നെ എവിടെ വയ്ക്കും? ഇതൊന്നും കടക്കുന്നില്ല. എന്നാലും കുഴപ്പമില്ല, കുത്തി കയറ്റിയിട്ടുണ്ട്. ഞാൻ പറ്റാവുന്നതെല്ലാം ഉള്ളി കയറ്റി വെച്ചിട്ടുണ്ട്. ഞാനിതിങ്ങനെ ഓരോന്നോരോന്നും ഉള്ളി തള്ളി കയറ്റിക്കുകയാണ്. കോഴിയുടെ വയറ് പൊട്ടി വായിക്കൂടെ വരുമെന്ന് തോന്നുന്നു, ബാക്കിൽ കൂടെ കയറി. എന്തൊക്കെ പീഡനങ്ങളല്ലേ ഒരു കോഴി സഹിക്കുന്നത് മനുഷ്യൻ കാരണം. മതി, ഇനി മല്ലിയെല്ലാം കൊണ്ട് അടയ്ക്കാം ബാക്ക്. അപ്പൊ നമ്മൾ കോഴിയുടെ ബാക്ക് ഇങ്ങനെ വെച്ചിട്ട് അടച്ചിട്ടുണ്ടേ. അപ്പൊ ഈ ബാക്കിയുള്ളത് നമ്മൾ ചുമ്മാ എയർ ഫ്രയറിൽ ഒരു ഭംഗിക്ക് അതിന്റെ കൂടെ വയ്ക്കാനാണ് പ്ലാൻ. അങ്ങനെ ചിക്കൻ നമ്മൾ സ്റ്റഫ് ചെയ്തു. ബാക്കിയുള്ള വെജിറ്റബിൾസ് ചുമ്മാ ചിക്കൻ്റെ കൂടെ ഒരു ഭംഗിക്ക് കൂട്ടിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നാളെ ഉച്ചയ്ക്കാണ് എടുക്കുന്നത്. അപ്പൊ എത്രത്തോളം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നു അത്രത്തോളം ഇതാവും. അപ്പൊ ചുമ്മാ ഫ്രീസറിൽ വയ്ക്കുന്നില്ല, ഫ്രിഡ്ജിന്റെ അകത്ത് വയ്ക്കുന്നത്. ഐ മീൻ തൊട്ട് താഴെയാണ് വയ്ക്കുന്നത്. ഓക്കെ, സോ സെറ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു. അടച്ചു വയ്ക്കാൻ. സോ ഗൈസ്, ഇന്നലെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ തണുത്ത് വരച്ചിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ എയർ ഫ്രയറിലേക്ക് എടുത്ത് വയ്ക്കാൻ പോവുകയാണ്. പാകാവൊന്ന് നോക്കാം. ഒരു പിടുത്തമില്ല. കമോൺ കുട്ടാ, ഇതിനുള്ളിൽ കണ്ടോ വെജിറ്റബിൾസ് ഒക്കെ. മൈ ഗോഡ്, കേറ് കടക്കതിൻ്റെ ഉള്ളിലേക്ക്. കടന്നു ഗൈസ്, കടന്നു. കഷ്ടിച്ച് കയറിയിട്ടുണ്ട്. അപ്പൊ തലയൊക്കെ ഒന്ന് പൊക്കി കഴിഞ്ഞാൽ ഇടിക്കും. അതുകൊണ്ട് നൈസായിട്ട് കയറിയിട്ടുണ്ട്. ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ വെക്കാല്ലേ. ബ്രോക്കോളി ഒരു കൈ പിടിച്ചോട്ടെ. കോഴിയുടെ ഒരു പിടുത്തമില്ല എന്താണ് സംഭവിക്കുക, കണ്ടറിയണം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. സോ ഗൈസ്, നമ്മളപ്പോൾ ചിക്കൻ വയ്ക്കാൻ പോവുകയാണ്. ബിസ്മില്ലാ. അയ്യോ, കടക്കുന്നില്ല, തക്കാളി താഴൂ. അയ്യാ, പൊട്ടല്ലേ. അയ്യോ, കഷ്ടിച്ച കയറുന്നു. Some vegetables came out. Yo, why sound is coming? I don't know whether I will die on the way. Kunyi, don't go inside. എങ്ങനെയൊക്കെ ഉള്ളി കുത്തി കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ടൈമർ സെറ്റ് ചെയ്യാണ്. അപ്പൊ 20 മിനിറ്റ്സ് അപ്പം പിന്നെ 20 മിനിറ്റ്സ് കഴിഞ്ഞ് ഒന്നുകൂടി ഡൗൺ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ചെയ്ത് നോക്കാം.
ഗൈസ് അങ്ങനെ 20 മിനിറ്റ് 180 ഡിഗ്രിയിൽ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താവുമെന്ന് അറിയില്ല. നല്ല സ്മെല്ല് വരുന്നുണ്ട് ബട്ടറിൻ്റെ എല്ലാം. നോ ഐഡിയ ഗൈസ്, കതിഞ്ഞു പോകുമോ അതോ എന്തായാലും നമുക്ക് തിരിച്ചിടണേ. അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓ മൈ ഗോഡ്, നമ്മുടെ കോളിഫ്ലവർ കത്തിക്കരഞ്ഞു പോയി ഗൈസ്. മേൽഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ടേ. പിന്നെ നമുക്ക് മറിച്ചിട്ടിട്ട് ഒന്നുകൂടി വേവിക്കാം. നമ്മുടെ പാവത്തിന്റെ കഴുത്ത് കരിഞ്ഞു പോയി. ഇവിടെ മേളിൽ ടച്ച് ചെയ്തിരിക്കുന്ന പാർട്ടാന്ന് തോന്നുന്നു കത്തിപ്പോയത്. പിന്നെ നമ്മുടെ ബ്രൊക്കോളിയും കത്തിപ്പോയി ഗൈസ്. കുഴപ്പമില്ല, ബ്രൊക്കോളിക്ക് ഇവിടെ വിലക്കുറവല്ലേ. താഴത്തെ സംഭവം ഇനി നമുക്ക് സെറ്റാക്കണം. ഓ മൈ ഗോഡ്, ഒന്നും കാണുന്നില്ല. കം ഓൺ ബേബി, കം ടു മീ. ചതിച്ചു ഗൈസ്, കറണ്ട് പോയി. ഇനി ഇപ്പുറത്തെ വർഷം 20 മിനിറ്റ് ഞങ്ങൾ എങ്ങനെ വേവിക്കും? ഷിറ്റ്, എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ ഗൈസ് അവസ്ഥ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി ചെയ്യാനാണ് പ്ലാൻ. അങ്ങനെ നമ്മൾ പിന്നെ 20 മിനിറ്റ് ചെയ്തു. ഇനി തുറന്നു നോക്കാൻ പോവുകയാണ്. അറിയത്തില്ല എന്താവുന്നു. കാല് കുടുങ്ങിയ അവിടെ. നല്ല ഭംഗിയുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൈഡെല്ലാം വെന്തു എന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ചിക്കൻ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കാല് വിട്ടുപോയി പാവത്തിൻ്റെ. ഈ കാലത്തൊക്കെ കയറിയിരിക്കുന്നത്. ഓക്കെ, വെജിറ്റബിൾസും കുഴപ്പമില്ല, ഭംഗിക്കിടാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഒരു സാധനം. ഇതൊരു നേപ്പാളി ഡിഷാണ് ഗൈസ്. ഇത് ലെറ്റ്യൂസ് ലീഫ്. നമ്മളിതെല്ലാം കൂട്ടി നമ്മുടെ ചിക്കൻ അടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ എന്തായെന്ന് നോക്കാം. ചിക്കൻ്റെ കാലൊക്കെ വന്നു കേട്ടോ. നന്നായിട്ട് എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അടിപൊളി. അങ്ങനെ നമുക്ക് അടിപൊളിയായിട്ടുണ്ട്. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഇത് നല്ല സാധനം കേട്ടോ. ഐ തിങ്ക് ദിസ് ഈസ് കുക്കുംബർ. ഇത് കുക്കുംബർ ആയിരുന്നേ. ഈ ഡിഷിൻ്റെ റെസിപ്പി വേണ്ടവർ കമന്റ് അടിക്കും, ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഓറഞ്ച് കേളിലൊക്കെ ഇട്ടൊരു പ്രത്യേക ഡിഷാണ്. ഓക്കെ, ബൈ ബൈ ബൈ.